നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ദോഷം അവിടുത്തെ തൊഴിലാളി സംഘടനകളാണ്. അവർക്കത് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണം, അവർക്കതുകൊണ്ട് ജോലി കിട്ടുന്നുണ്ടെന്നുള്ളൊരു ചിന്തയില്ലാതെ തൊഴിലാളി സംഘടന ഞങ്ങളാണ് മുതലാളിക്കാലത്തും വലുത്, ഈ കമ്പനിയിലെ ഏറ്റവും വലിയൊരു ഞങ്ങളാണ്, കമ്പനിക്ക് വേണ്ടി കാശിറക്കിയവരെക്കാലത്തും വലിയവർ ഞങ്ങളാണെന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. ആ ഒരു തീം അറിഞ്ഞോ അറിയാതെയോ ബിഗ് ബോസിൽ എത്തി. ബിഗ് ബോസിൽ ഒരു ചെരുപ്പ് കടയുമായി ബന്ധപ്പെട്ട് ഒരു മുതലാളിയും തൊഴിലാളി സംഘടനയും ആയിട്ടായിരുന്നു അവരുടെ ഒരു തീം. പക്ഷേ കേരളത്തിൽ ജനിച്ച അക്ബർ അത് അതിമനോഹരമായിട്ട് എങ്ങനെയാണോ ഒരു തൊഴിലാളി സംഘടന കേരളത്തിലുള്ളത് അത് അതുപോലെ കാണിച്ചു തന്നു. നമുക്ക് അക്ബറിനെ കണ്ടു കഴിഞ്ഞാൽ വെറുക്കും, അത്രമാത്രം ദുഷ്ടത്തരമുള്ള ഒരു തൊഴിലാളി നേതാവായിട്ടാണ് അക്ബർ അതിൽ ജീവിക്കുന്നത്. അതാണ് സത്യത്തിൽ കേരളത്തിലും സംഭവിക്കുന്നത്. ഒരു കമ്പനി തുടങ്ങുന്നു, കുറച്ച് ആൾക്കാർക്ക് പണി കൊടുക്കുന്നു, എവിടുന്നോ ഇല്ലാത്തവർ തന്നെ തൊഴിലാളി നേതാവായിട്ട് സ്ഥാപിക്കുന്നു. ആ തൊഴിലാളി നേതാവാണ് മുതലാളിയെക്കാലത്ത് വലിയവൻ എന്നുള്ളൊരു ചിന്ത. അവൻ കമ്പനി പൂട്ടിക്കുന്നു. കമ്പനിക്ക് കിട്ടിയ പ്രൊജക്റ്റ് എല്ലാം റിജക്റ്റ് ആകുന്നു, കമ്പനി പൂട്ടുന്നു, ആ തൊഴിലാളി നേതാവ് പട്ടിണി കിടന്ന് ചാവുന്നു. അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ കാണിച്ചു. അവരൊരു ചെരുപ്പ് കട തുടങ്ങുന്നു, ഒരു പണിയുമില്ലാത്ത ഒരുത്തനെ തൊഴിലാളി നേതാവായിരിക്കുന്നു, തൊഴിലാളി നേതാവ് കമ്പനി കുട്ടിച്ചോറാക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ബിഗ് ബോസിൽ അതുപോലെ തന്നെ നടന്നിരിക്കുന്നു. ചിന്തിക്കണം, നിങ്ങൾ തൊഴിലാളി നേതാവാണ് വലുത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണോ വലുതെന്ന് ചിന്തിക്കൂ. നന്ദി, നമസ്കാരം.